ആലപ്പുഴയിൽ പരസ്ത്രീ ബന്ധം ചോദ്യം ചെയ്തതിന് ഭർത്താവിൽ നിന്ന് കൊടിയ മർദ്ദനമേറ്റ യുവതി. മണ്ണഞ്ചേരി 13-ാം വാർഡ് പന്നിശ്ശേരി വീട്ടിൽ ശരണ്യയാണ് ഭർത്താവ് സനൽ അതിക്രൂരമായി മർദ്ദിച്ചത്. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശരണ്യ ആലപ്പുഴ ഡിവൈഎസ്പിക്ക് പരാതി നൽകി. പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി മണ്ണഞ്ചേരി പോലീസ് കേസെടുത്തു. കഴിഞ്ഞ 28-നായിരുന്നു സംഭവം. കൈക്കുഞ്ഞുമായി നിൽക്കുകയായിരുന്ന ശരണ്യയെ മുടുക്കി കുത്തിപ്പിടിച്ച് ഇരുകരണത്തും അടിക്കുകയായിരുന്നു. അടിയിൽ ശരണ്യയുടെയും കുഞ്ഞിന്റെയും തലകൾ കൂട്ടിയിടിച്ച് കുഞ്ഞിന് പരിക്കേറ്റു. ഭർത്തൃപിതാവ് ഇടപെട്ടതോടെയാണ് യുവതി രക്ഷപ്പെട്ടത്. അമ്മയും കുഞ്ഞും ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. അറിഞ്ഞതിന് ശേഷം ഒരു ദിവസം ഫസ്റ്റ് തന്നെ ഇതിനകത്തൊരു ഫോട്ടോ, വൃത്തികെട്ട ഡ്രസ്സ് ഇട്ടുകൊണ്ടുള്ള ഒരു ഫോട്ടോയിൽ ഇവളുടെ മുഖം ആ മൊബൈലിൽ കൊച്ചു കണ്ട്. എപ്പോൾ അവൻ വിളിച്ചാലും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് അവൻ പെരേ കയറി വരുന്ന. അന്ന് ഇങ്ങനെ ഒരു അര ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇവളിങ്ങനെ ചാര് കസേര പോലെ ഇങ്ങനെ കിടന്നുകൊണ്ടൊരു ഫോട്ടോ ഈ കൊച്ചു കണ്ടപ്പോൾ ചോദിച്ചു, ഇതാരടാ ഈ പെണ്ണ്, ഇവളെന്താ നിന്നെ ഇങ്ങനെ വിളിക്കാൻ കാര്യം, ഇവളെന്ത് വേഷമായിട്ടിരിക്കണേന്ന് ചോദിച്ചു. അതേ തൊട്ടാണ് എൻ്റെ മരുമോള് പ്രശ്നം തുടങ്ങി. സംഭവത്തിൽ അടിയന്തരമായി കേസെടുക്കാൻ മണ്ണഞ്ചേരി പോലീസിനോട് ഡിവൈഎസ്പി MR മധുബാബു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് മണ്ണഞ്ചേരി പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ 12 വർഷമായി സനലിനെ വിവാഹം കഴിച്ച് സനലിന്റെ അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഭർത്തൃവീട്ടായ പന്നിശ്ശേരിയിൽ താമസിക്കുകയായിരുന്നു ശരണ്യ. ഇരുവർക്കും 11ഉം 3ഉം വയസ്സുള്ള കുട്ടികളുണ്ട്. കഴിഞ്ഞ 1 വർഷമായി മറ്റൊരു സ്ത്രീയുമായി സനലിന് സൗഹൃദമുണ്ടെന്ന് ശരണ്യ കണ്ടെത്തി. ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് നിരന്തരം മർദ്ദിക്കുകയായിരുന്നു. മുൻപ് മണ്ണഞ്ചേരി പോലീസിൽ പരാതി നൽകിയെങ്കിലും കുടുംബ പ്രശ്നമായതിനാൽ പോലീസ് പ്രശ്നം പറഞ്ഞു പരിഹരിച്ചു. എന്നാൽ പരാതി നൽകിയതിനു ശേഷവും മർദ്ദനം തുടർന്നു. 27-ന് വീട്ടിലേക്ക് വരാതിരുന്ന സനലിന്റെ ഫോണിലേക്ക് തൊട്ടടുത്ത ദിവസം സുഹൃത്തായ സ്ത്രീയുടെ ഫോൺ വന്നത് ചോദ്യം ചെയ്തതിനായിരുന്നു 28-ന് ക്രൂരമായി മർദ്ദിച്ചത്. സനൽ ഉപദ്രവിക്കുമെന്ന് പേടിച്ച് ശരണ്യയും കുഞ്ഞും ചികിത്സ തേടിയിരുന്നില്ല. മുൻപും സമാനമായി മർദ്ദിച്ചപ്പോൾ വീട്ടിലെ CCTVയിൽ നിന്ന് ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയിരുന്നുവെന്നും ഇത് സൂക്ഷിച്ചിരുന്ന ഫോൺ സനൽ തകർത്തുവെന്നും പരാതിയിലുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസത്തിനും ചികിത്സയ്ക്കും സനൽ പണം തരാറില്ലെന്നും സുഹൃത്തായ യുവതിയുടെയൊപ്പം ജീവിക്കുന്നതിനായി തന്നെ ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നതെന്നും ശരണ്യ നൽകിയ പരാതിയിൽ പറയുന്നു. കേസെടുത്തെങ്കിലും ഇതുവരെയും സനലിനെ പോലീസ് പിടികൂടിയിട്ടില്ല. മീഡിയ 1 ആലപ്പുഴ.